Hi dears, welcome back. ഇപ്പോൾ പപ്പായയുടെ സീസണാണ്. പപ്പായ കൊണ്ട് നമ്മൾ പലതരത്തിൽ നാടൻ കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി റെസിപ്പി നോക്കാം. പപ്പായ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 1/2 കിലോ ഉള്ള പച്ച പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അധികം വലിപ്പം കൂടി പോകരുത്, എന്നാൽ മസാലയൊന്നും കഷ്ണങ്ങൾക്ക് അകത്തോട്ട് പിടിച്ചു വരില്ല, അപ്പോൾ ടേസ്റ്റും അധികം കാണില്ല. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരണം, അതുവരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കറിയിലോട്ട് ഇടുമ്പോൾ പപ്പായ വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പപ്പായയ്ക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. ഇതേപോലെ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ആയി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലോട്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അധികം കട്ടി കുറച്ച് അരിയണമെന്നില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. 1 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ദാ തക്കാളി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. എണ്ണയുടെ ചൂടിൽ ഈ പൊടിയുടെ പച്ചമണമൊന്ന് മാറി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മിക്സിയിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. അപ്പോൾ പപ്പായ വെന്ത് വരുമ്പോഴേക്ക് ഗ്രീൻ പീസും വെന്തോളും. സാധാ ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10-15 മിനിറ്റ് എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഷ്ണങ്ങൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ നമുക്ക് ബാസുമതി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.